ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നല്ല അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കനും അവിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇത് ഒരു സ്നാക്കായിട്ടും ചില സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റമാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഒരു അര കപ്പ് അവിൽ എടുത്തിട്ടുണ്ട്, അതൊരു പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് വെള്ളം ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അവിലിന് എല്ലാ ഭാഗത്തൊന്നും നനവെത്തുന്ന രീതിയിൽ ഒന്ന് നനച്ചു കൊടുക്കുക, ഓവറായി പോകരുത്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കി അതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിലോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. സാധാരണ നോർമൽ മാരിനേറ്റ് തന്നെ ചെയ്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. ഇതിപ്പോൾ ഞാൻ എല്ലില്ലാത്ത ചെറിയ പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സ്നാക്കിലോട്ട് ചേർക്കുന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിച്ചി എടുത്തിട്ടോ ആണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാനും പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്കാക്കി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഈ ഒരു പാനിലാണ് ഞാൻ ഈ ഒരു സ്നാക്ക് മുഴുവനായിട്ടും സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേ ഓയിലിലോട്ട് തന്നെയാണ് ബാക്കി ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ ഈ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ ഓയിൽ മാറ്റിയിട്ട് വേറെ ഫ്രഷ് ആയിട്ടുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു പാൻ ആയതുകൊണ്ടാണ് ഞാൻ അതിനനുസരിച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ളത് കുറച്ച് വലിയ സൈസിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ 2 സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ മീഡിയം സൈസുള്ള ഒരു സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടാകുമ്പോൾ അതിലോട്ട് അരമുറി തക്കാളിയും 2 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് മിക്സ് ചെയ്ത് ആ തക്കാളി നന്നായിട്ട് കുക്കായി നല്ല സോഫ്റ്റായിട്ട് വെന്തുടഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി കിട്ടും. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൈവച്ച് പിച്ചി എടുത്തിട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ നമ്മൾ നനച്ച് വെച്ചിട്ടുള്ള അവിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ അവിലും മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല എളുപ്പത്തിൽ മിക്സായി കിട്ടാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ജസ്റ്റ് അതിൻ്റെ മേലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർത്തത്. അപ്പോൾ ഓവറായി പോകരുത്. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് അവിലിൻ്റെ എല്ലാ വശത്തും മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കറക്റ്റാക്കി ജസ്റ്റ് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഒരു ബൗളിലോട്ട് 3 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും നമ്മൾ എടുത്തിട്ടുള്ള റെഡിയാക്കിയിട്ടുള്ള മസാലയുടെ അളവും നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പാൻ്റെ അളവൊക്കെ നോക്കിയിട്ട് നമുക്ക് മുട്ട എടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വിസ്കി വെച്ച് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിലും മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മസാല ആദ്യം ഒന്ന് പാത്രത്തിന് ചുറ്റിനും ഒന്ന് ലെവലാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലോട്ട് ആ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം.
ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി പോവും. അപ്പോൾ ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 10-15 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ തന്നെ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. അങ്ങനെ ഇതാ ഒരു വശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകൾ വശം കൂടി ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് തിരിച്ച് അതേ പാനിലോട്ട് തന്നെ ഇട്ടിട്ട് ആ മുകൾ വശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ അടിക്ക് പിടിക്കുമെന്നോ പെട്ടെന്ന് കരിഞ്ഞു പോകുമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ അടിയിലൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ അധികം കരിഞ്ഞു പോവാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 2-3 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ തന്നെ ഇതിൻ്റെ മേൽവശം ഒന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലായിട്ട് അറിയിക്കുക.